ഹായ് ഫ്രണ്ട്സ് ഇഷ്ടമായിട്ടപ്പോൾ അങ്ങനെ ഹീറോയിനോട് പറഞ്ഞിട്ട് അർജുന് സന്തോഷത്തിൽ പാക്കിങ് റെഡിയാക്കാൻ അർജുൻ പോയി. അർജുൻ അമ്മക്ക് ഒന്നും മനസ്സിലായില്ല. ആഹാ, എനിക്ക് ഭയങ്കര ജോബ് കിട്ടിയിട്ടുണ്ട്, എന്നിവിടെ കഷ്ടപ്പെടാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നല്ല ശമ്പളം കിട്ടുന്നത്. ഇവിടുത്തെ ശമ്പളം അത്ര ഒന്നും കിട്ടുന്നില്ല എന്ന് അർജുൻ ഫ്രണ്ട് ഒരാളുണ്ടായിരുന്നു. അവൻ വേറെ വലിയൊരു കോളേജ് ജോയിൻ ചെയ്യുന്നത്. അതുമാത്രമേ അർജുനോട് വല്ല ആളാക്കി പറയാം, എനിക്ക് എത്ര ശമ്പളം കിട്ടും നോക്കുക അർജുൻ, എനിക്ക് 50,000 രൂപ ശമ്പളം കിട്ടുന്നു. അർജുൻ വരുമ്പോൾ അർജുനക്ക് അവനവരുടെ ഡബിൾ ശമ്പളം എനിക്ക്. അർജുൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനെന്നെ കളിയാക്കുമല്ലേ, ഇപ്പം അവന് ഞാൻ കളിയാക്കാം എന്ന് പറഞ്ഞു. അർജുന് ഭയങ്കര വലിയ കോളേജ്, ആ കോളേജിങ്ങോട്ട് വലിയ കോളേജാണ്, ശരി ടെക്നോളജി ഉണ്ട്, ആഹാ എന്ന് പറഞ്ഞു. അർജുനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാ പാക്കിങ് വീട്ടിലെല്ലാവരും സംസാരിച്ച് പോയാൽ മുത്തശ്ശി പറയായിരുന്നു, അർജുൻ ഇപ്പോൾ ഒക്കെ മോനെ പോകുന്നത്, ഞാൻ വലിയ നാട്ടിലേക്ക് പോവാം, അവിടെ എനിക്ക് ശമ്പളം ഇത്ര കിട്ടുന്നത്. ഇത് കേട്ട് പാട്ടിയൊക്കെ ഇതെത്ര കുറേ പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. ആഹാ, നിൻ്റെ ഫ്രണ്ടിന് അത്രേ ഇല്ല, അതിനങ്ങോട്ട് പൈസ വേണം, നമുക്ക് എത്ര പേരെ വേണം വാങ്ങിക്കോളാം. അർജുൻ പറഞ്ഞു, വലിയ വലിയ പേര വേണം വാങ്ങിക്കോളാം. അർജുൻ പറയട്ടെ. ഇത് കേട്ട് അമ്മക്കും അച്ഛനൊക്കെ ഷാക്ക്. എന്താ അർജുന് പറയണേ? അതെ, അമ്മയോട് പറയാതെ അച്ഛനോട്. അച്ഛനക്ക് അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഷോക്ക്, എത്ര പണം കിട്ടുന്നു. അതെ എന്ന് പറഞ്ഞ് അർജുൻ ഭയങ്കര സന്തോഷത്തിൽ എല്ലാം പാക്ക് ചെയ്ത് അങ്ങനെ ഡൽഹിക്ക് പോയിട്ട് എത്തി. ഡൽഹിയിൽ അങ്ങനെയായിട്ട് ടൈം വന്ന് ഫ്ലൈറ്റിൽ കയറി ഭയങ്കര സന്തോഷത്തിൽ പറന്ന് പോയി. അങ്ങനെ അർജുനൊക്കെ ഫോട്ടോയും കിട്ടി, ഡീറ്റെയിൽസ് കിട്ടി. ശരി, ഇനി ഇവനെ ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ കോളേജ് പോലെ ഫസ്റ്റ് ഇയർ ജോയിൻ സ്റ്റുഡൻസ് അർജുൻ പോയിട്ട് പ്രിൻസിപ്പളോട് മുണ്ടി, പ്രിൻസിപ്പൾ ശരിപ്പാ നീ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഈ ഗ്രൂപ്പിൽ ഇതാക്കിക്കോ എന്ന് പറയായിരുന്നു. ശരി സാർ എന്ന് പറയുന്നു. അങ്ങനെ വി ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത് കേട്ട ഡീറ്റെയിൽസ് കേൾക്കുന്ന മുമ്പരം എന്നാൽ വി ഏത് ഗ്രൂപ്പ് എന്ന് അറിയില്ല. അങ്ങനെ ഫോളോ ചെയ്ത് വി ഏത് ഗ്രൂപ്പ് ജോയിൻ ചെയ്തെന്ന് അറിയില്ല. പാവം ഈ പ്രൊഫസർക്ക് അർജുൻ കൺഫ്യൂസ് ആയി. ഞാൻ എങ്ങനെയായിട്ട് അവനെ അറിയാൻ കഴിയൂ? അവൻ്റെ ക്ലാസ്സായി നല്ലതായിരുന്നു എന്ന് പറയായിരുന്നു. അങ്ങനെ ശരി, ഈ ക്ലാസ് അവൻ്റെ ക്ലാസ്സായി മതി എന്ന് പറഞ്ഞ് ബിസിനസ് അല്ലേ, ഞാൻ ബിസിനസ്സാണ് പഠിച്ചത്, ബിസിനസ് അങ്ങനെയായിട്ട് പറഞ്ഞത് ഒരുപോലെ ഇരിക്കും, എന്തായാലും ചെയ്യേണ്ട മകനല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ അതെ കറക്റ്റാണ്, അതേ ക്ലാസ്സാണ്, സന്തോഷമായ അപ്പ സമാധാനമായി എന്ന് പറയുന്നു. ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ കുറച്ച് ഗേൾസാണ് വീണ് വെച്ചിട്ടുണ്ട് എടുക്കേണ്ട സൈറ്റ് അടിക്കുക. ഇങ്ങനെ ഇങ്ങനെ വന്നു കുറച്ച് ബോയ്സ് എനിക്ക് ചേട്ടി ഗേൾസ് ബോയ്സ് ആണ് സാർ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇരുന്ന് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിയമല്ല പറയൂ എന്ന് നല്ല കോളായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എല്ലാ പേര് പറയാൻ തുടങ്ങി. അങ്ങനെ വി അടിച്ച് എൻ്റെ പേര് പറയപ്പാ എന്ന് പറയായിരുന്നു. എൻ്റെ പേര് കിംറ്റായ, എന്നൊരു ഫുൾ ഡീറ്റെയിൽസ് കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ശരി ഓക്കെ, നിൻ്റെ പേരെന്താ? ഐ എം ജിയാൻ ജങ്കോക്ക്. അപ്പം നിൻ്റെ പാക്ചിമേൻ എന്ന് ടെറർ പീസ് മതി പറയായിരുന്നു. കാണുമ്പോൾ നീ കുറച്ച് ഏജ് മതി ഉണ്ടു എന്ന് പറയായിരുന്നു. ഇല്ലപ്പാ, നീ സെക്കൻഡ് ഇയറിലായിരിക്കുന്നത്. ഞാൻ ഫായിലായ എന്ന് പറയുന്നു. ഓ അപ്പോൾ വീണ നോക്കി പറയുന്നു. വീണ നോക്കായിരുന്നു, ടെററായിട്ട് നോക്കുമായിരുന്നു. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പറയാമോ? ഞങ്ങൾ രണ്ടാളും വയലായത്, അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാതെ വയലായത് എന്ന് രണ്ടുപേരും പറയാം. ജിമ്മിന് പറയായിരുന്നു. ഞങ്ങൾക്ക് രണ്ടൊക്കെ ഒരേ ഏജ്. ജങ്കുക്ക് കടക്കുട്ടി എന്ന് പറയായിരുന്നു. ഇത് ശരി ഓക്കെ, കണ്ടിക്കാതെ പോവാന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് ഒരു വയസ്സ് എന്നെ അത് പറയായിരുന്നു. ശരിപ്പാ എന്ന് പറയായിരുന്നു. അങ്ങനായിട്ട് എന്നിടാ ഇന്ന് ചുമ്മാ ജോക്ക് പറഞ്ഞാ, എന്നിടാ നമുക്ക് 3 പേർക്ക് ഒരേ ഏജല്ലേ, നീ ഇന്ന് ചുമ്മാ പറഞ്ഞാൽ. ഈ പ്രൊഫസർക്ക് ലൂസ് പ്രൊഫസർ, ഞങ്ങളെ കാണുമ്പോൾ എത്ര വയസ്സ് മതി പറയുന്നത്, അതുകൊണ്ട് ചുമ്മാ ജോക്ക് പറഞ്ഞ എന്ന് പറഞ്ഞു. ഇത് അർജുൻ കേട്ട് അർജുൻ ടെൻഷനായി. അർജുനക്ക് കൊറിയൻ ലാംഗ്വേജ് അറിയൂ. അർജുന് എന്തടാ കളവ് പറഞ്ഞതാ വെച്ചിട്ടുണ്ടാ നിങ്ങൾക്ക് എന്ന്. അങ്ങനെ അർജുൻ ഡൗട്ട് ചോദ്യം ക്ലാസ് എടുക്കും, ചോദ്യം കേൾക്കും. അതുകൊണ്ട് രണ്ടുപേരും ടക്ക് പറയുന്നു. എന്താ കഷ്ടോ എന്ന് പറയട്ടെ. സാറ് നിങ്ങൾക്ക് എന്ത് കൊമ്പ് വന്നില്ല എന്ന് ജിമ്മിന് കേൾക്കായിരുന്നു. ജിമ്മിന് കേൾക്കുമ്പോൾ അർജുനക്ക് ടെൻഷൻ, സമാധാനം, കൂൾ എന്ന് പറയായിരുന്നു. ഇനി വെച്ച് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ശരിയെന്ന് ടെൻഷന് പോയിരുന്നു. അങ്ങനെ വീക്ക് വന്ന ഒരു ഗോൾ വന്ന് മിയ എന്ന് പറഞ്ഞൊരു ഗോൾ വന്നു. വീടിൻ്റെ അടുത്ത് വന്ന് അങ്ങനെയായിട്ട് എന്താ എന്ന് പറയുന്നു. എൻ്റെ പേര് മിയ, ഞാൻ ഫാഷൻ ഡിസൈനർ പഠിക്കുന്നതാണ്. അതൊക്കെ ഇത് കേൾക്കാം. ഇത് അർജുൻ ഓണിച്ചിട്ട് കേൾക്കായിരുന്നു. എന്താ ഇതൊരു ഗിയൾ വന്നിട്ടുണ്ടല്ലോ, അത് എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിക്കാതെ അവിടെ നിന്ന് പോയായിരുന്നു.
ജിമ്മിന് പറയുന്നത് ഹായ് ബ്യൂട്ടി എന്നെ ഡേറ്റ് ചെയ്യോ എന്ന് ജിം കേൾക്കായിരുന്നു. പോടാ എനിക്ക് വീനെ ഇഷ്ടം എന്ന് പറഞ്ഞു പോയിരുന്നു. ഇത് ജങ്കു ടൂ എന്ന് തുപ്പിയായിരുന്നു. എനിക്ക് വേണോടാ ഇത് എന്ത് ചേ എന്ന് എല്ലാ ഗേൾസും അവൻ്റെ പുറകെ നടക്കാം, എൻ്റെ പുറകിൽ ഒരു ഗേളില്ല എന്നെ രണ്ട് വോയിസ് വീട് ചേഞ്ച് ആയിരുന്നു. ജിമ്മിനൊക്കെ പാവമായി പോയി. ഇങ്ങനെയായിട്ട് ഡേയ്സ് വന്ന് അങ്ങനെ നിറയെ ഗേൾസ് വന്ന് പ്രപ്പോസ് ജിം വിക്ക് പഠിക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് പിടിച്ച മാതിരി ഒരു പെണ്ണില്ല. അതുകൊണ്ട് പറയരുത് വി എന്താണ് നിനക്ക് പിടിക്കുന്ന മാതിരി ഒന്നുമില്ല. വി പറയുന്നത് എനിക്ക് പിടിച്ച മാതിരി ഒരു ഗേൾ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വി പറയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകുകയാണെങ്കിൽ അങ്ങനെ വി എങ്ങനെ പഠിച്ച് ഇപ്പോൾ തേർഡ് ഇയർക്ക് എത്തി. അതെ വി ഇപ്പോൾ തേർഡ് ഇയർക്ക് എത്തി. ഹീറോയിൻ്റെ മമ്മി വെച്ച് ടോർച്ചർ ആയിരുന്നു. മാറി അത് മാരേജ് കഴിക്കുക ഇല്ല നിന്നെ ടോർച്ചർ ചെയ്യും എന്ന് പറഞ്ഞ് മമ്മി ഭയങ്കര മെറിട്ടായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായി. ശരി മാരേജ് കഴിച്ചോളാം എനിക്ക് പിടിച്ച മതി നോക്ക് എന്ന് പറയായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എല്ലാം അമ്മ കൊടുക്കുന്ന കേട്ടാ. ഇവൻ്റെ പേര് വിശാൽ, ഇവന് ഒരു ഡോക്ടറാണ്, ഇവനക്ക് ഇത്ര ഏജ് ആയിരുന്നു. ഇവരൊക്കെ ടെൻഷനായി. എനിക്ക് വിശാൽ വേണ്ട കിസാൾ വേണ്ട പോൾമ ഇവൻ എനിക്ക് പിടിച്ചില്ല. ഇവൻ കാണുന്ന എന്തോ പറഞ്ഞ തണ്ണിമത്തൻ മതിയുണ്ട്, എനിക്കിവന് ഇഷ്ടമല്ല എന്ന് അമ്മക്ക് ഷോക്ക്. എന്താ തണ്ണിമത്തൻ? ഇത് അച്ഛനോട് ചായ കുടിച്ചിട്ട് അച്ഛൻ ചായ അമ്മനെ തുപ്പി. അവനക്ക് ഷോക്ക്. നിങ്ങൾക്ക് എന്ത് പറ്റി? അവളും കാട്ടും മോളെ. മോള് പറഞ്ഞത് കറക്റ്റ് ഉണ്ട് മോളെ. എങ്ങനെ മോളെ കണ്ടുപിടിച്ച? എൻ്റെ അച്ഛൻ കോമഡിയൊക്കെ ആയിരുന്നു. അമ്മയ്ക്ക് ടെൻഷനായിരുന്നു. ഏത് പറഞ്ഞ അമ്മ മറട്ടായിരുന്നു. രണ്ടുപേരും വായ് മുടിയായിരുന്നു. ശരി ഇവൻ്റെ പേര് രാകേഷ്, ഇവന് IT കമ്പനി ജോലി ചെയ്യുന്നത്. രകേഷാ? ഇതെന്താ അച്ഛൻ രകേഷ് എൻ്റെ പേര്? രകേഷ അച്ഛാ? എന്താ മോളെ ഇവന് കാണാൻ സുന്ദരൊന്നുമില്ലല്ലോ അച്ഛാ. ഇത് കൊളുത്ത മീൻ മാതിരി ഉണ്ടല്ലോ, എനിക്ക് പിടിച്ചില്ല. അതും മോളെ എനിക്കും തന്നെ ഇവനെ പിടിച്ചില്ല എന്ന് രണ്ടുപേരും പറയുന്നു. അമ്മക്ക് ടെൻഷനായി പോന്ന്. അമ്മ ടെൻഷന് പോയിരുന്നു. 2 ഫോട്ടോ. അപ്പം ഇവൻ്റെ പേര് വേണ്ട അമ്മ നീ നോക്കുന്നത് ഒരു ശരിയില്ല, എനിക്ക് പിടിച്ച മാതിരി ഞാൻ നോക്കിക്കോളാം. കാരണം ക്യൂട്ടായിട്ടിരിക്കണോ സ്റ്റൈലായിട്ടിരിക്കണോ അങ്ങനെയുള്ള ചെക്കനുണ്ടാ കൊണ്ടുപോവാ പോ അമ്മ എന്ന് പറഞ്ഞ് അമ്മക്ക് കോൺഷ്യസ്. അങ്ങനെയുള്ള ചെക്കനൊക്കെ ഞാൻ എവിടെയൊക്കെ പോവാ എന്നൊക്കെയായിരുന്നു. അതിനായിട്ട് ഫോൺ ബ്ലോക്കറോ അല്ല മാരേജ് ബ്ലോക്കർ ഇങ്ങനെ മാരേജ് ഇങ്ങനെ ചെക്കൻ നോക്കും.